ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ സമരമായിട്ടാണ് കാണുന്നത്. നിലനിൽക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് രാജ്യവും കേരളവും ഭരിക്കുന്നവർ സ്വീകരിക്കുന്ന നിലപാടെന്താണ്, അതുപോലെ മുന്നണികൾ അത്തരം വിഷയങ്ങളെ എടുക്കുന്ന നിലപാടുകൾ എന്താണ്, ഇത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിൽ ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരോടൊപ്പം ജനങ്ങൾ അണിനിരക്കുന്നു എന്ന പൂർണ്ണ വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം വളരെ ഗൗരവമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. രാജ്യരക്ഷ, രാജ്യത്തിൻ്റെ ജനാധിപത്യം, തൊഴിലാളികളുടെ അവകാശങ്ങളെല്ലാം വലിയ വെല്ലുവിളി നേരിടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിലെ ജനങ്ങൾ അത്തരം വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ നിലപാട് സ്വീകരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമായി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിലെ കഴിഞ്ഞ 9 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് സമാനതകളില്ലാത്ത ഒരു ഭരണ അനുഭവമാണ് ഈ കേരളത്തിന് നൽകിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തെ, വികസനത്തെ, ക്ഷേമത്തെ ഇപ്പം രണ്ടായിട്ട് തരംതിരിക്കാമെന്നാണ് കാണുന്നത്. ഒന്ന് 2016 മുമ്പുള്ള കേരളം, രണ്ടാമത്തത് 2016 ശേഷമുള്ള കേരളം. 2016 മുമ്പുള്ള കേരളത്തിൽ ജീവിച്ചവരാണ് നമ്മളെല്ലാം. അന്നെന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ പശ്ചാത്തല സൗകര്യ മേഖലയിലുള്ള അവസ്ഥ, ക്ഷേമകാര്യങ്ങളിലുള്ള അവസ്ഥ, വിദ്യാഭ്യാസം, ആരോഗ്യം പോലുള്ള സേവന മേഖലയിലുള്ള അവസ്ഥ, ഇത് നമ്മൾ നേരിട്ട് അനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും. എന്നാൽ 16 ശേഷമുള്ള 9 കൊല്ലം കൊണ്ട് ഇവയിലെല്ലാം അത്ഭുതകരമായ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അത് റോഡുകളുടെ, ദേശീയപാതയടക്കമുള്ള റോഡുകൾ, വൈദ്യുതി, അടിസ്ഥാന പശ്ചാത്തല മറ്റു മേഖലകൾ, നമ്മുടെ തുറമുഖ മേഖലയിലുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം, അതുപോലെ സേവന മേഖലയിൽ സ്കൂളുകൾ, ആശുപത്രികൾ, അവയുടെ മാറ്റം, ഇതെല്ലാം ജനങ്ങൾ അനുഭവിച്ചറിയുക. വ്യവസായം 2016 മുമ്പുള്ളതുപോലെയല്ല ഇപ്പോൾ കേരളത്തിൽ. കേരളം ഇപ്പോൾ 2016 വ്യവസായം തുടങ്ങാൻ പറ്റിയ സംസ്ഥാനങ്ങളുടെ പട്ടികയെടുത്താൽ 26ാം സ്ഥാനത്തായിരുന്നു 2016. ഇപ്പോൾ അത് 1ാം സ്ഥാനത്താണ്. സ്വാഭാവികമായുണ്ടായ മാറ്റമല്ല, ബോധപൂർവമായ ഇടപെടലിലൂടെ, ഭരണ നടപടികളിലൂടെ ഉണ്ടാക്കിയെടുത്ത മാറ്റമാണ്. ആ മാറ്റം കേരളത്തിൽ ദൂരവ്യാപകമായ വലിയ ഗുണം ചെയ്യുന്നതാണ് എന്ന് നമുക്കറിയാം. ക്ഷേമ പെൻഷനുകൾ, മറ്റാശ്വാസ നടപടികൾ, അവയെല്ലാം 2016 മുമ്പ് എന്തായിരുന്നു എന്നുള്ളതും ഇപ്പോൾ എന്തായിരിക്കുന്നു എന്നുള്ളതും നേരിട്ട് ജനങ്ങൾക്കറിയാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളെടുത്താൽ കേരളത്തെ 2016 മുമ്പുള്ള കേരളവും ശേഷമുള്ള കേരളവും എന്ന നിലയിൽ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മാറ്റം ജനങ്ങൾ അറിയുന്നുണ്ട്. അവരുടെ അനുഭവമാണത്. കേട്ടുകേൾവിയോ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവയെ ശക്തിപ്പെടുത്താൻ ഗവൺമെൻറ് എടുത്ത നടപടികൾ, അതിൻ്റെ ഭാഗമായ പ്രാദേശിക വികസനങ്ങൾ, ഇതെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ മുന്നണി മുൻ വർഷങ്ങളേക്കാൾ ഗംഭീരമായ വിജയം നേടും എന്ന കാര്യത്തിൽ ഒരു സംശയം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഐക്യജനാധിപത്യ മുന്നണി
സമ്മതിദായകരുടെ മുമ്പാകെ വെക്കുന്നത്. ഒന്ന്, ഇവിടെ പ്രസ് ക്ലബ്ബ് ഞങ്ങളെ വരവേറ്റത് തന്നെ മഹാത്മജിയുടെ ഹിന്ദു സ്വരാജ് എന്നുള്ള പുസ്തകം നൽകിക്കൊണ്ടാണ് എന്നിവിടെ പറഞ്ഞു. മഹാത്മജിയുടെ സ്വപ്നം ഗ്രാമസ്വരാജ് എന്ന പേരിൽ അറിയപ്പെട്ട അധികാര കൈമാറ്റ, അധികാര വികേന്ദ്രീകരണ പ്രക്രിയയുടെ ഒരു സങ്കല്പമായിരുന്നു. ഇന്ത്യ രാജ്യത്ത് പഞ്ചായത്തി രാജ് നിയമവും നഗരപാലിക ബില്ലുമൊക്കെ പാസ്സാക്കിയത് യശശരീരനായിട്ടുള്ള രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത്. അതിന് ചുവടുപിടിച്ച് 1994 ശ്രീ എ കെ ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത്. ആ നിയമത്തിൻ്റെ കാതലെന്ന് പറയുന്നത് അധികാരം ജനങ്ങളിലേക്ക് എത്തുക, എല്ലാ വികസന പ്രക്രിയകളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഗുണഭോക്താക്കളാകുന്നതോടൊപ്പം തന്നെ ആ പ്രക്രിയയിൽ പങ്കാളിത്തം വഹിച്ച് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സംവിധാനം ജനങ്ങൾക്ക് ലഭിക്കുക. അതിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ടതാണ് ഗ്രാമസഭകൾ, നഗരങ്ങളിലാണെങ്കിൽ വാർഡ് സഭകളൊക്കെ. ഈ വാർഡ് സഭകൾക്കും ഗ്രാമസഭകൾക്കൊക്കെ വലിയ അധികാരങ്ങൾ പഞ്ചായത്തി രാജ് നിയമം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 9.5 കൊല്ലമായി ജനങ്ങളിലേക്ക് അധികാരം കൈമാറുക എന്നുള്ള പ്രക്രിയയെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ തുരങ്കം വെക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആക്ഷേപം. അത് വെറുതെ പറയുകയല്ല. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം ഈ നിയമത്തിൻ്റെ അന്തസത്ത എത്രമാത്രം രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടു എന്നത് സംബന്ധിച്ച് 2024 ഒരു സ്വതന്ത്ര ഏജൻസിയെ വെച്ച് ഒരു സർവേ നടത്തിയിട്ടുണ്ട്. ആ സർവേ അനുസരിച്ച് പ്രധാനപ്പെട്ട 4 മേഖലകളിൽ, ഒന്ന് കാര്യശേഷി വികസന പ്രക്രിയയിൽ, അതുപോലെ ധനവികേന്ദ്രീകരണത്തിൽ, ഉദ്യോഗസ്ഥ പുനർവിന്യാസത്തിൽ, അധികാര കൈമാറ്റത്തിൽ കേരളം ഇന്ന് ഇന്ത്യ രാജ്യത്ത് 12ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 1ാം സ്ഥാനത്ത് നിന്നൊരു സംസ്ഥാനം 12ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയും തെലുങ്കാനയും ഒക്കെ 1ഉം 2ഉം സ്ഥാനങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ് ഈ സർവേ റിപ്പോർട്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് അധികാരം ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും എത്തുക എന്നുള്ളതായിരുന്നു അധികാര കൈമാറ്റത്തിൻ്റെ അന്തസത്ത. എന്നാൽ ഈ അധികാരങ്ങൾ പഞ്ചായത്തി രാജ് നിയമം കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ടിട്ട് 31ാമത്തെ വർഷത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ ഈ അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. സെക്രട്ടേറിയറ്റിനകത്ത് വ്യത്യസ്ത മിഷനുകളുടെ തലപ്പത്ത് CPM-ന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെ പ്രതിഷ്ഠിക്കുകയും അവരുടെ തീരുമാനങ്ങൾ ഒരു ആജ്ഞ പോലെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്ക് നൽകുകയും പദ്ധതി വിഹിതം ഉൾപ്പെടെ അതിൻ്റെ 70% ഇന്ന രീതിയിൽ വിനിയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അതുപോലെ തന്നെ ആ പദ്ധതികളുടെ പ്രയോറിറ്റി ഇന്നൊക്കെ ആകണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുന്ന ഒരു രീതി വരികയാണ്. ഗ്രാമസഭകൾക്കും വാർഡ് സഭകൾക്കും പഞ്ചായത്ത് ഭരണ സമിതികൾക്കും നഗരസഭകൾക്കൊക്കെ ലഭ്യമായിട്ടുള്ള പല അധികാരങ്ങളും തിരിച്ചെടുത്തു. ലൈഫ് മിഷൻ പദ്ധതിയുടെ കാര്യം നമുക്കറിയാം. അതിദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിൽ വന്നിട്ടുള്ള മാറ്റം നമുക്കറിയാം. ബാർ ലൈസൻസുകൾ അനുവദിക്കുന്ന കാര്യത്തിലൊക്കെ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ നമുക്കറിയാം. അപ്പോൾ അധികാരം ജനങ്ങളിലേക്ക്, പ്രാദേശിക തലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ഒരു പ്രക്രിയയെ 9.5 കൊല്ലക്കാലം കൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് പദ്ധതി വിഹിതമൊക്കെ ആയിട്ട് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ സർക്കാരിൻ്റെ
കഴിഞ്ഞ കുറേ കാലത്തെ അനുഭവങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പദ്ധതി വിഹിതത്തിൻ്റെ മൂന്നാമത്തെ ഗഡു സാധാരണഗതിയിൽ ഡിസംബർ മാസം അനുവദിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെട്ടത്. എന്നാൽ മാർച്ച് മാസത്തിൻ്റെ അവസാന പാദത്തിലാണ് ഈ ഫണ്ടുകൾ നൽകുന്നത്. എന്നിട്ട് മാർച്ച് 31-ന് മുമ്പ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പറയും. ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്കും നഗരസഭാ സെക്രട്ടറിക്കും അത് വിനിയോഗിക്കാൻ കഴിയില്ല എന്നെല്ലാവരും പറയും. അപ്പോൾ സ്വാഭാവികമായും അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ ഇത് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് തന്നെ തിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ കഴിഞ്ഞ 9.5 കൊല്ലമായി കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് കൃത്യമായിട്ട് വികസന പ്രക്രിയയിൽ പങ്കാളിത്തം വഹിക്കാൻ പറ്റാതെ വരുന്നു. ഈ ഒരു വിഷയം ജനങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അന്തസ്സത്തനുസൃതമായിട്ട് സുതാര്യമായി സമഗ്രമായിട്ടുള്ള പരിഷ്കരണം നടപ്പിലാക്കാൻ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നുള്ളതാണ് മുഖ്യമായിട്ടൊരു കാര്യം. രണ്ടാമത്തെ വിഷയം, അങ്ങനെ പ്രാദേശിക തലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യം രൂപപ്പെടുമ്പോൾ അവർക്ക് എല്ലാവിധത്തിലുള്ള പ്രവർത്തന സ്വാതന്ത്ര്യവും അവകാശങ്ങളും നൽകാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ അധികാരത്തിൽ വരണം 2026. അതിൻ്റെ മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ 9.5 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളെക്കുറിച്ച് നമുക്കറിയാം. സാധാരണക്കാരുടെ നട്ടലൊടിക്കുന്ന അവരുടെ ജനജീവിതം ഇത്രമാത്രം ദുസ്സഹമാക്കിയിട്ടുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ വിശദാംശങ്ങൾക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും. മൂന്നാമത്തെ കാര്യം, കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകൾ തമ്മിൽ രൂപപ്പെട്ടിട്ടുള്ള അവിഹിതമായിട്ടുള്ള ചില ബാന്ധവം. അതിന് ഏറ്റവും ഒടുവിൽ PM ശ്രീ പദ്ധതിയിലടക്കം സംഘപരിവാരത്തിൻ്റെ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സർക്കാർ BJP സർക്കാരിൻ്റെ B ടീമായി കേരളത്തിൽ കഴിഞ്ഞ 9.5 കൊല്ലക്കാലമായി പ്രവർത്തിക്കും. ഇതിനെതിരായിട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം അലയടിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മാറും. അതിലൂടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ സമഗ്രാധിപത്യത്തിലേക്ക് വഴി തുറക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ കുടികൊള്ളുന്നു എന്ന ഗാന്ധിജിയുടെ ആപ്തവാക്യം മനസ്സിൽ കരുതി തന്നെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം വികസിത ഭാരതത്തിനായിട്ടുള്ള സുദീർഘമായ ഒരു പ്ലാനിംഗ് പദ്ധതിയുമായിട്ട് കടന്നു പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസിത കേരളത്തിൽ ഇന്ന് നാം അനുഭവിക്കേണ്ടുന്ന കാര്യങ്ങൾ ഏകദേശം 30 വർഷത്തോളം പിന്നിലാക്കിയത് കഴിഞ്ഞ 60-70 വർഷം നമ്മെ ഭരിച്ച വലത് സർക്കാരുകളുടെ ഘടുകാര്യസ്ഥതയും അധികാരത്തിന് വേണ്ടി മാത്രം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടായ പ്രവർത്തനങ്ങളും അവർ തമ്മിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് എതിരെ അവർ ഒരുമിച്ചുള്ള ആ കൂട്ടായ പ്രവർത്തനവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം നമ്മൾ കാണേണ്ടത് ഭാരതത്തിലെ ഒന്നാകെ കണ്ടുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ വികസനത്തിൽ ഈ രാജ്യം ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഉയരുവാനുള്ള പ്രയത്നത്തിൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കരുത്തുള്ള ഒരു കെടുകാര്യസ്ഥതയില്ലാത്ത യാതൊരുവിധ അഴിമതിയുമില്ലാതെ സുതാര്യമായ ഒരു ഭരണം ഇന്ത്യയിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ലഭിക്കുമ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ നമുക്ക് ലഭിക്കുന്നത് കെടുകാര്യസ്ഥതയും സുതാര്യമില്ലായ്മയും അപ്രമാദിത്വവും അധികാര കേന്ദ്രീകരണവുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഗ്രാമങ്ങളിലൂടെ ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ്യം നടപ്പാക്കുമ്പോൾ ഭാരതത്തിൻ്റെ മണ്ണിൽ കേരളത്തിൻ്റെ മണ്ണിൽ വാസ്തവത്തിൽ ദേശീയ ജനാധിപത്യം വിചാരിക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നതും കൂടുതൽ ശക്തമായ ഗ്രാമപഞ്ചായത്തുകളിലൂടെ ഗ്രാമസഭകളിലൂടെ ഈ രാജ്യത്തിൽ അതിശക്തമായ ഒരു ഗ്രാമീണ ജനതയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ്. ഈ പ്രാധാന്യത്തിൻ്റെ ഭാഗത്തിൽ ഈ കേരളത്തിൽ
സമഗ്രമായ ഒരു മാറ്റത്തിൻ്റെ ഒരു കാറ്റടി അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ ശങ്കുലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ തീർച്ചയായും ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന വളരെ ആവേശകരമായ സ്വീകരണം. ഞങ്ങൾ ഒരു കാലത്ത് കടന്നിയല്ലാത്ത മേഖലകളിൽ പോലും അതിശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തകർ സജീവമായി ഈ ഇലക്ഷനെ നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേവലം മാസങ്ങൾക്കപ്പുറത്ത് വരാൻ പോകുന്ന കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം തീർച്ചയായും അധികാരത്തിൽ വരുമെന്നത് തർക്കമില്ലാതെ എന്ന് തെളിയിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 70 വർഷക്കാലം പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി. ഒരു കാലത്ത് ഗരീബി ഘടാകുക അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നിരന്തരം പ്രഖ്യാപനം ചെയ്ത മുന്നണികളെല്ലാം ഇന്ന് വികസനം എന്ന പ്രഖ്യാപനത്തിൻ്റെ വക്താക്കളായി സമൂഹത്തിൻ്റെ മുന്നിൽ കപട നാടകം അഭിനയിക്കുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പറയാനുള്ളത്, ഈ രാജ്യത്തിൽ ജനങ്ങളെ 140 കോടി ജനങ്ങളുടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ 50 വർഷം വികസനത്തിൻ്റെ കാര്യത്തിൽ 50 വർഷം പിറകിലുള്ള കേരളത്തെ കൈപിടിച്ചുയർത്തി ഈ രാജ്യത്തിൻ്റെ ശ്രേണിയിലേക്ക് ഉയർത്തുക, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അഭ്യസ്തവിദ്യർക്കും തൊഴിലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, രാജ്യത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് അവരെത്തുന്നതിനോടൊപ്പം മേക്ക് ഇൻ ഇന്ത്യ പരിപാടിയിലൂടെ ഈ ഗ്രാമങ്ങളിലും മറ്റു മേഖലകളിലും ശക്തമായ സാന്നിധ്യം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം അതിന് കരുതലായ കാതലായ നടപടിയിലൂടെ കടന്നു പോകുന്നതിൻ്റെ കാര്യം. ഞങ്ങൾ ഗ്രാമമേഖലയിലെ പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ കാര്യമായ ഗ്രാമീണ മേഖലയിൽ സ്വാധീനമില്ലെങ്കിലും ഗ്രാമീണ മേഖലയിൽ അടിസ്ഥാന മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ രാജ്യത്തിൻ്റെ വികസനത്തിൽ കൃത്യമായ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. സാധാരണ ജനങ്ങളെ അവരുടെ വീടുകളിലും അവർക്ക് വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിൽ പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇതിനു മുമ്പിടുന്ന UDFൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സ്ഥിതി. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന വിവിധ പദ്ധതികളെ യാതൊരു പ്രശ്നവുമില്ലാതെ അതിനെ തെറ്റായി തെറ്റിദ്ധരിപ്പിച്ച് രാജ്യത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുന്നതിനും ഇപ്പോൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് വലിയൊരു അവസരം നൽകിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഒരു കൊടുങ്കാറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്ന ഈ മാറ്റം 2026 ചരിത്രത്തിൽ കേരളത്തിൻ്റെ ടാഗോർ പാടിയതുപോലെ മുക്തി തൻ്റെ ആ സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ നാടെന്ന് ഉണരണേ ദൈവമേ എന്നുള്ള പ്രാർത്ഥന, വസുദൈവ കുടുംബകം എന്നുള്ള ചിന്ത, അത് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ശാശ്വതമാക്കാൻ നമുക്ക് കഴിയും. ഇതാണ് എനിക്ക് NDAയെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ളത്. മുൻ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത പ്രതീക്ഷ കണ്ണൂർ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ ഇത്തവണ LDFനുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം ഒന്ന് ഞാൻ ആമുഖത്ത് പറഞ്ഞ കേരളത്തിൻ്റെ പൊതുവായ ജനക്ഷേമ വികസന പദ്ധതികളോടുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം. രണ്ടാമത്തത് കണ്ണൂർ കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ ഇപ്പം നടക്കുന്നത് പ്രധാനമായും 2 കാര്യമാണ്. ഒന്ന് വികസന മുരടിപ്പ്, മറ്റൊന്ന് അഴിമതി. വികസന മുരടിപ്പ് എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികൾക്ക് അത് തടയാൻ നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ ലോകത്തുണ്ടാവില്ല. ഏത് ഏജൻസിയോ ഗവൺമെൻറ്റോ ആവട്ടെ, ഒരു പ്രദേശത്തൊരു വികസന പ്രവർത്തനം നടത്തുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഭരണാധികാരികൾ ലോകത്തെവിടെയും ഉണ്ടാവില്ല. കാരണം ഭരണമെന്ന് പറയുന്നത് രാഷ്ട്രീയമായ
വിജയത്തിൻ്റെ ഭാഗമായി നേതൃത്വം കൊടുക്കുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ജനങ്ങൾക്ക് ആ ഭരണം അധികാരത്തിൽ വന്നാൽ പിന്നെ ജനങ്ങളുടേതാണ്. ഓരോ സ്ഥലത്തെയും വികസനമായിരിക്കണം അവരുടെ ലക്ഷ്യം. അപ്പം ഏത് ഏജൻസി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരട്ടെ, അത് അതത് സ്ഥലത്ത് വിജയിപ്പിക്കാൻ ഫലപ്രദമായി നടപ്പിലാക്കാൻ സപ്പോർട്ട് ചെയ്യുകയാണ് പ്രാദേശിക സർക്കാരുകൾ ചെയ്യേണ്ടത്. ഇപ്പോൾ UDFൻ്റെ ഭരണകാലത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ അത് നടത്താതിരുന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ തന്നെ എടുക്കാം. മഞ്ചപ്പാലത്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വരണമെന്ന് പറഞ്ഞപ്പോൾ ചില ആക്ഷേപങ്ങളുണ്ടായിരുന്നു അവിടെ ആളുകൾക്ക്. എന്താണ് LDF എടുത്ത നിലപാട്? അവിടെ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് വരുത്തുന്നതിന് അതേപോലെ തന്നെ അവിടെ പ്രതിഷേധമുള്ളവരെ വിളിച്ച് നിങ്ങളതിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞ് അവരെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കാണാൻ അവരെ സ്വന്തം ചെലവിൽ കൊണ്ടുപോയി, അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വന്നാൽ ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അത് സ്ഥാപിക്കാൻ വഴിയൊരുക്കിയത് LDF ആണ്. LDFൻ്റെ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവരുന്ന പദ്ധതികളെ തടയാൻ ശ്രമിക്കുന്നത് പോലെ അതിനെതിരായിട്ട് ഞങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധത്തെ പിന്തുണച്ച് പ്രതിഷേധമുയർത്തുകയാണോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്? ഒരു ഉത്തരവാദപ്പെട്ട ഒരു മുന്നണിയോ പ്രസ്ഥാനമോ ഭരണക്കാരോ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നടത്തുന്നത് തെക്കി ബസാറിലെ ഫ്ലൈ ഓവറിനെതിരായ സമരം ആരാ ഉദ്ഘാടനം ചെയ്തത്? സിറ്റി റോഡ് ഇംപ്രൂവ്മെൻ്റ് പദ്ധതിക്കെതിരായിട്ട് പ്രാദേശികമായ ജനങ്ങളെ യോഗം വിളിച്ച് ഒരു കാരണവശാലും സ്ഥലം കൊടുക്കരുതെന്ന് പറഞ്ഞതാരാ? മേലെ ചുവയിലെ ഫ്ലൈ ഓവർ വരുന്നത് തടയാൻ. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷൻ ഞങ്ങൾ ജയിച്ചാൽ കേരളത്തിലെ ഭരണം മാറും, അങ്ങനെയാകുമ്പോൾ ഈ മേലെ ചുവയിലെ ഫ്ലൈ ഓവർ ഞങ്ങൾ ഒഴിവാക്കും, പിൻവലിക്കും എന്ന വാഗ്ദാനം അവിടുത്തെ കോൺഗ്രസ്സുകാർ UDFകാർ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെ നേരിട്ട് എനിക്ക് അനുഭവം. ഇതാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണമെന്ന് പറയുന്നത്. ഇത് തനി സങ്കുചിത രാഷ്ട്രീയമാണ്. ഇതാണ് കണ്ണൂർ കോർപ്പറേഷൻ. അതിൻ്റേതായ ആ സങ്കുചിത രാഷ്ട്രീയ താല്പര്യമാണ് ഇവിടെ ഇപ്പോൾ പ്രകടമാകുന്നത്. അതുകൊണ്ട് വികസനത്തെ സ്വയം നടത്തുന്നില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരടക്കം കൊണ്ടുവന്ന പദ്ധതികളെ തുരങ്കം വെക്കുക, തടയുക. ഇത് ഒരു സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ടാവില്ല. അത് ജനങ്ങളറിയും. അഴിമതിയുടെ പ്രശ്നം അത് ആരോപണമല്ല. അഴിമതി ആരോപണമല്ല. ഇപ്പോൾ വസ്തുതകളുടെ പിൻബലത്തിൽ പിടിക്കപ്പെട്ടതാണ്, തെളിയിക്കപ്പെട്ടതാണ്. അത് ചേലോറയിലെ മാലിന്യ പ്ലാന്റ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, വിജിലൻസ് അന്വേഷണം, അത് വ്യക്തമായി പുറത്തു വന്നതല്ലേ, ആരോപണമല്ല. അഴിമതി ആരോപണം എന്ന് പറഞ്ഞാലും അതിനെ നിസ്സാരവൽക്കരിക്കരുത്. മരക്കാർ കണ്ടിയിലെ പ്ലാന്റ് വസ്തുതകൾ വന്നു, ടെൻഡർ റദ്ദ് ചെയ്തു. അപ്പം അത് ഒരു കാരണവശാലും ആരോപണമല്ല, വസ്തുതകളാണ്. അതും ജനങ്ങളുടെ മുമ്പിലുണ്ട്. പിന്നെ പുറത്തു വരാത്ത കുറേ കാര്യങ്ങളുണ്ട്. പലരും ഇവിടെ സ്വകാര്യ സംഭാഷണമുണ്ട്. എന്താ അവർ പുറത്ത് പറയാത്തത്? ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടക്കണമെങ്കിൽ ഭരണാധികാരികളുടെ കോർപ്പറേഷൻ്റെ ചില സഹായം വേണ്ടി വരും. അതുകൊണ്ട് അവർ മിണ്ടുന്നില്ല, സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇത് ജനങ്ങൾ പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട ഒരു കാലയളവാണ്. അതുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷനെതിരായ പൊതുവികാരമുണ്ട്. അത് കൃത്യമായിട്ട് താഴെ അറിയാം. അതുകൊണ്ട് ഇത്തവണ കോർപ്പറേഷനിൽ നല്ല വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇത്ര സീറ്റ് കിട്ടും കിട്ടില്ല എന്നൊന്നും പ്രവചിക്കാൻ ഇപ്പോൾ ഞാനില്ല. ഇടതുപക്ഷ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വിജയപ്രതീക്ഷ ഞങ്ങൾക്ക്. ഇവിടെ ചന്ദ്രേട്ടൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണ്. ഐക്യജനാധിപത്യ മുന്നണി കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണം നിലനിർത്തുമെന്ന് മാത്രമല്ല 40-ലധികം സീറ്റുകൾ നേടി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനാധാരമായ കാര്യങ്ങൾ
ഈ കോർപ്പറേഷനിലെ നിവാസികൾക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായി എടുത്ത് എണ്ണി പറയേണ്ടതില്ല. സാധാരണക്കാരെ അവരുടെ നിത്യജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള, കേരളത്തിൽ തന്നെ മറ്റൊരു കോർപ്പറേഷനും നടപ്പിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സൗജന്യ കുടിവെള്ള പദ്ധതി വളരെ ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിലെ എല്ലാവർക്കും ഏക കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. പിന്നെ ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയും. കണ്ണൂർ പട്ടണം കണ്ണൂർ കോർപ്പറേഷൻ ജില്ലാ ആസ്ഥാനമാണ്. കേരളം ഭരിക്കുന്നത് CPM-ൻ്റെ സമ്പന്നനായിട്ട് നേതാവ് പിണറായി ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, നമ്മുടെ ജില്ലക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി, നമ്മുടെ ജില്ലക്കാരനായിട്ടുള്ള പാർട്ടി സെക്രട്ടറി, അങ്ങനെ CPM-ന് വലിയ മേധാവിത്വമുള്ള ഒരു ഭരണം കണ്ണൂർ പട്ടണത്തിന് കോർപ്പറേഷൻ്റെ പദ്ധതി വിഹിതമൊക്കെയായി കഴിഞ്ഞ കുറേ കാലമായിട്ട് അനുവദിച്ചു കൊണ്ടിരിക്കുന്ന തുക 25 കോടി അല്ലെങ്കിൽ 30 കോടി രൂപയാണ്. ഈ പദ്ധതികൾക്ക് വേണ്ടി അനുവദിക്കപ്പെടുന്ന തുകകൾക്ക് പുറമെ തനത് ഫണ്ട് കൂടി ഉൾപ്പെടുത്തി ഏകദേശം 100 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ആകുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ കണ്ണൂർ പട്ടണത്തിൽ നമ്മൾ കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും നേതൃത്വം ഐക്യജനാധിപത്യ മുന്നണിക്കാണ്. അത് ആർക്കാണ് നിഷേധിക്കാൻ പറ്റുക? പഴയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് 1970-കളിലാണ് അത് പണിതത്. ആ കാലത്തെ ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡായിരുന്നു കണ്ണൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. റെയിൽവേ മേൽപ്പാലം, താവക്കര സബ്വേ, ജവഹർ സ്റ്റേഡിയം, ഇന്ത്യയിൽ തന്നെ BOT അടിസ്ഥാനത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആദ്യമായി പണിത പുതിയ ബസ് സ്റ്റാൻഡ്, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മുന്നണി ഐക്യജനാധിപത്യ മുന്നണിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കോർപ്പറേഷൻ ആയതിനു ശേഷം ആദ്യത്തെ 3.5 കൊല്ലക്കാലം ഈ കോർപ്പറേഷൻ ഭരിച്ചത് LDF ആയിരുന്നല്ലോ. ശ്രീമതി EP ലത ഉൾപ്പെടെയുള്ള ആളുകൾ. പിന്നീടാണല്ലോ ഭരണമാറ്റം വന്ന് UDF-ൻ്റെ കൈകളിലേക്ക് വരുന്നതും സുമാ ബാലകൃഷ്ണനും സീനത്തും ഒക്കെ മേയർമാരായി വരുന്നത്. ആ ഒരു കാലയളവ് മാറ്റി നിർത്തിയാൽ രണ്ടാമത്തെ ടേമിൽ TO മോഹനും മുസ്ലിം മഠത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഉദാഹരണമാണ് ചന്ദ്രേട്ടനോട് പറഞ്ഞത്. പടന്നപ്പാലത്തെ മലിനജല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കേരളത്തിൽ ആദ്യമായിട്ട് 27 കോടി രൂപ ചെലവ് ചെയ്തിട്ട് ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പണിതു. അതിൻ്റെ തറക്കല്ലിടൽ കർമ്മത്തിന് ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ വിളിച്ചപ്പോൾ ആ പരിപാടിയിൽ അദ്ദേഹത്തെ പങ്കെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞ പാർട്ടിയാണ് CPM. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണി നിശ്ചയദാർഢ്യത്തോടുകൂടി ആ പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് തന്നെ വന്നു, ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ ഇത്ര ബൃഹത്തായിട്ടൊരു പദ്ധതി ഇച്ഛാശക്തിയോടുകൂടി ഏറ്റെടുത്തിട്ടുള്ള ഒരു കോർപ്പറേഷൻ ഭരണാധികാരികൾ വേറെയില്ല എന്ന് പറഞ്ഞിട്ട് MB രാജേഷ് എന്ന് പറയുന്ന മന്ത്രിയാണ് കോർപ്പറേഷന് സർട്ടിഫിക്കറ്റ് നൽകിയത്. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ കാര്യം നമുക്കറിയാം. നഗര സൗന്ദര്യവൽക്കരണം, ഇവിടെ നമുക്ക് ഈ സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ആ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് കോർപ്പറേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള നഗര സൗന്ദര്യവൽക്കരണത്തെ 2 വർഷക്കാലം തടഞ്ഞു നിർത്തിയിട്ടുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പം അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഗാന്ധി സർക്കിളിൽ നല്ലൊരു ക്ലോക്ക് ടവർ വരാൻ പോകുന്നു. കണ്ണൂർ പട്ടണത്തിൻ്റെ നഗരവീഥികൾ സൗന്ദര്യം വൽക്കരിച്ചിട്ട് അങ്ങനെ പോവാണ്. അപ്പം ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ, മൾട്ടി ലെവൽ കാർ പാർക്കിൻ്റെ കാര്യം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഇതൊക്കെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. ഇനിയിപ്പോൾ ഞങ്ങളൊരു മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാങ്കേതിക സഹായത്തോടു കൂടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്ലാനൊന്നുമല്ല. അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട്
120 കോടി രൂപ ചെലവ് ചെയ്ത് കണ്ണൂർ പട്ടണത്തെ എങ്ങനെ മാറ്റാമെന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിന് നേരത്തെ തന്നെ ടെൻഡർ ക്ഷണിക്കുകയും അതിൻ്റെ പ്ലാന് UDF നൽകുകയും ചെയ്തിട്ടുണ്ട്. അതാണ് മിനിഞ്ഞാന്ന് കോർപ്പറേഷൻ്റെ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ കണ്ണൂർ പട്ടണത്തിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും നേതൃത്വം നൽകിയിട്ടുള്ളൊരു മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി. അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് തന്നെ പോരും എന്നുള്ള കാര്യത്തിൽ സംശയം. പിന്നെ ഇവിടെ അഴിമതിയുടെ കാര്യം ഇവിടെ പറഞ്ഞു, അത് പലതവണ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ള കാര്യമാണ്. മരക്കാർക്കണ്ടിയിലെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ട് കേരള വാട്ടർ അതോറിറ്റിയെ ഏൽപ്പിച്ചിട്ടുള്ളൊരു പദ്ധതി കൃത്യമായി നടക്കാൻ അവർക്ക് കഴിയാതെ വന്നത് മൂലം സർക്കാരിൻ്റെ തന്നെ നിർദ്ദേശത്തിൻ്റെയും തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നേരിട്ട് കോർപ്പറേഷൻ നടത്താം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി. ആ പദ്ധതി ടെൻഡർ ചെയ്തു. പിന്നീട് അതിന് സാങ്കേതികമായിട്ടുള്ള തകരാറുകൾ, ക്ലറിക്കൽ എറേഴ്സൊക്കെ വന്നു, റീടെൻഡർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലിന് കൊടുത്തു എന്നുള്ളൊരു അപരാധമാണ് കണ്ണൂർ കോർപ്പറേഷൻ ചെയ്തത്. അതിൻ്റെ പേരിലാണ് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ മേയർക്കെതിരായിട്ട് ഉൾപ്പെടെ വലിയ അഴിമതി ആരോപണം. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, പിണറായി പ്രതിനിധാനം ചെയ്യുന്ന ധർമ്മടം നിയോജക മണ്ഡലത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന പദ്ധതി വിഹിതത്തിൻ്റെ, ബജറ്റ് വിഹിതത്തിൻ്റെ ഒരു 4% അദ്ദേഹത്തിൻ്റെ ജില്ലയായ കണ്ണൂർ കോർപ്പറേഷന് നൽകിയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് നമുക്ക് കഴിയുമായിരുന്നു. ഇപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം കണ്ണൂർ കോർപ്പറേഷനോട് കേരളത്തിലെ LDF സർക്കാർ നടത്തുന്നു എന്നത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 40-ലധികം സീറ്റുകൾ നേടി ഐക്യജനാധിപത്യ മുന്നണി കണ്ണൂർ കോർപ്പറേഷനിൽ തിരിച്ചു വരും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ദേശീയ ജനാധിപത്യ സഖ്യം വളരെ സുചിന്തിതവും വ്യക്തമായ പ്ലാനും പദ്ധതിയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ജനാധിപത്യ സഖ്യം 1-2 സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളിലും ജനവിധി നേടുകയാണ്. കേരളത്തിലെ ഏറ്റവും പൗരാണികമായ, ഏറ്റവും സംസ്കാര സമ്പന്നമായ കണ്ണൂരിൻ്റെ ചരിത്രം ലോകത്തിൻ്റെ ഭൂമികയിൽ എത്തിക്കുക എന്നുള്ള ചരിത്ര ദൗത്യമാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ കൊണ്ടുവരുന്നത്. അതിനുവേണ്ട വ്യക്തമായ പ്ലാനും പദ്ധതിയുമായിട്ട് തന്നെയാണ് ഈ ജനങ്ങളെ ഓരോ വീടുകളിലും ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മാറ്റത്തിൻ്റെ ഒരു അധികാരം ലഭിക്കുമെന്ന് നമ്മൾ പറയുന്നില്ല, എങ്കിലും മാറ്റം അനിവാര്യമാണെന്ന് ജനങ്ങൾ ഓരോ മേഖലയിലും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാൻ അതിൻ്റെ ഒരു അധികാരം ലഭിച്ചാൽ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിനും ആ ബ്ലൂ പ്രിൻ്റ് ഓരോ 3 മാസം കൂടുമ്പോൾ അതിൻ്റെ വികസനത്തിൻ്റെ തോത് നിങ്ങളെ അറിയിക്കുവാനും അങ്ങനെ സുതാര്യമായ രീതിയിൽ കണ്ണൂരിൻ്റെ സമസ്ത മേഖലകളിലും വികസനമുണ്ടാക്കി കണ്ണൂരിനെ ഇന്ത്യയിലെ വലിയ സമഗ്രമായ ഒരു കോർപ്പറേഷനാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. നമ്മളിന്നും കേട്ട് പരിചയിച്ചിട്ടുള്ള ഈ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇൻഡോറിൽ ലോകോത്തര നിലവാരത്തിൽ ഇൻഡോറിൽ നടക്കുന്ന ആ പ്ലാന്റ് അതിൻ്റെ വിദഗ്ധന്മാരുമായി സംസാരിച്ച് കണ്ണൂരിൻ്റെ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് കൃത്യമായ ഒരു പദ്ധതി ദേശീയ ജനാധിപത്യ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതിയിലൂടെ ഇന്ന് ധാരാളം പേര് വീടില്ലാതെ താമസ സൗകര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരെ അവർക്ക് വേണ്ട സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ദേശീയ ജനാധിപത്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിനോദസഞ്ചാരം ഒരു സമഗ്രമായ ഒരു വിനോദ കേന്ദ്രമാക്കി കണ്ണൂരിനെ മാറ്റാൻ അത് സംബന്ധിച്ച് ഇന്ത്യയുടെ ഭൂപടത്തിൽ കണ്ണൂരിൻ്റെ സംസ്കാരം, കണ്ണൂരിൻ്റെ വളരെ
വർഷങ്ങളായിട്ടുള്ള സംസ്കാരം ഉയർത്തിക്കൊണ്ട് കണ്ണൂരിൽ ഒരു സമഗ്രമായ ഒരു ടൂറിസം പദ്ധതി അവതരിപ്പിക്കുന്നതിനും ഉൾനാടൻ ജലാശയങ്ങളും അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കണ്ണൂരിനെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ കായിക മേഖലയിൽ കണ്ണൂർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ലോകോത്തരമായ സേവനങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജവഹർ സ്റ്റേഡിയം ലോകോത്തര നിലവാരമുള്ള സ്റ്റേഡിയമാക്കി മാറ്റുന്നതിന് തീർച്ചയായും അധികാരം ലഭിച്ചാൽ വളരെ ചെറിയ കാലം കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ പദ്ധതിയിലൂടെ അത് കൊണ്ടുവന്ന് കണ്ണൂരിലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട കണ്ണൂർ ജനതയുടെ ആവശ്യം ഫ്ലൈ ഓവറുകൾ സംബന്ധിച്ചാണ്. അത് സംബന്ധിച്ച് തടസ്സങ്ങളെ നീക്കിക്കൊണ്ട് ആവശ്യമായ ഫ്ലൈ ഓവറുകൾ ഉണ്ടാക്കുന്നതിന് കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കയ്യിലുണ്ട്. അമൃത് പദ്ധതിയിലൂടെ കുടിവെള്ളം എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതി തീർച്ചയായിട്ടും മുന്നിലുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ടൗണിൽ അറിയുന്ന നായ്ക്കൾ അതിനുവേണ്ടി ഒരു പ്രത്യേക സംവിധാനം